ഹാപ്പി റിട്ടയർമെൻറ്റ് ലൈഫ് ഡിയർ സുന്ദരേശ മാഷ്. മാഷിൻ്റെ കൂടെ ചെങ്കൽ കുറച്ച് ദിവസമേ വർക്ക് ചെയ്തുള്ളൂ. ആ ദിവസങ്ങളിൽ മാഷിൻ്റെ തമാശയും കവിതയും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ കുറച്ച് കാലം കൂടുതൽ ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ പിന്നെ മാഷ് അടുക്കും ചിട്ടയായിട്ട് ഓഫീസിലെ റെക്കോർഡ്സ് സൂക്ഷിക്കുന്നത് അതൊക്കെ നമുക്ക് പുതിയ തലമുറയ്ക്കൊരു മാർഗദർശിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാഷിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ചെങ്കൽ ജോലി ചെയ്തിരുന്ന സമയം ഭയങ്കര സന്തോഷവും ടെൻഷൻ ഫ്രീയും ആയിരുന്നു മാഷെ. അപ്പോൾ മാഷ്ക്ക് ദൈവം എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും തരട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ഞാൻ ഒറ്റപ്പാലം ഹെഡ് ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്ത APM അക്കൗണ്ട്സാണ് എൻ്റെ കൃഷ്ണൻ. ഈ മാസം 31-ാം തീയതി സർവീസിൽ നിന്ന് വിരമിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് സുന്ദരേശൻ മാഷിന് ആശംസകൾ അർപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ വീഡിയോയുടെ പുറകിൽ. RTPI സർവീസ് തുടങ്ങിയ അദ്ദേഹത്തിന് എനിക്ക് ഏകദേശം 40 കൊല്ലത്തോളം സർവീസ് ഉണ്ടാവും. ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ കൃത്യനിഷ്ഠയോടെ ജോലി ചെയ്യുന്ന ഒരു ഓഫീഷ്യലാണ്. എനിക്ക് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി പറഞ്ഞ പോലെ ചോദ്യം ചെയ്യാനേ പറ്റില്ല. അത്രയ്ക്ക് നല്ല ഒരു വർക്കറായിരുന്നു. കാരണം മിക്കവാറും ഈ ഓഫീസിൽ നിന്നും ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് വളരെ വൈകിയാണ് അദ്ദേഹം വീട്ടിലെത്തുന്നത് ഞാൻ കാണാറുള്ളത്. കാരണം എനിക്ക് അനുഭവം എന്ന് വെച്ചാൽ ഞാൻ ഒറ്റപ്പാലം ഡിവിഷനിലെ 2005-2006 കാലഘട്ടത്തിലാണ് വരുന്നത്. മറ്റു ഡിവിഷനിൽ ട്രാൻസ്ഫറായി വന്നതാണ്. അപ്പോൾ ക്വാർട്ടേഴ്സിലാണ് എനിക്ക് ആദ്യം അവിടെ അക്കോമഡേഷൻ കിട്ടുന്നത്. ഇപ്പോൾ ക്വാർട്ടേഴ്സ് എന്ന് വെച്ചാൽ വളരെ പഴയ ഒരു ക്വാർട്ടേഴ്സാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അന്ന് അദ്ദേഹം ഞാനിങ്ങനെ വന്നതിൻ്റെ വാതിലുകൾ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഓടി വന്ന് എന്നെ സഹായിച്ചൊരു കയ്യിൽ വെട്ടുകത്തിയുമായി വന്നിട്ട് വാതിൽ തുറക്കാൻ എന്നെ സഹായിച്ചൊരു ഓർമ്മ എനിക്ക് കിട്ടുന്നുണ്ട്. അന്ന് മുതൽ അങ്ങനെ ഒരു അതിലൂടെ വെട്ടുകത്തിയിലൂടെ ഒരു ബന്ധം, വെട്ടുകത്തി വെച്ചാൽ ഒറ്റപ്പാലം ഭാഷയിൽ മടാളം, അതിലൂടെയാണ് ആ ബന്ധം ഇങ്ങനെ തുടക്കം. പിന്നീട് അടുത്ത ക്വാർട്ടേഴ്സിൽ താമസക്കാരനായ മിക്കവാറും അവിടെ അവരുമായിട്ട് കുടുംബ സുഹൃത്ത് എന്നുള്ള രീതിയിൽ അങ്ങനെ പോവുകയും വൈകുന്നേരം സായാഹ്നങ്ങൾ അവിടെ ചെലവഴിക്കുകയും. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണെങ്കിൽ വളരെ ഇതായിട്ടുള്ള തിരുവനന്തപുരം ഭാഷയാണ് പറയുന്നത്. മാഷ് എന്തൊരു കഴിച്ചത്, മാഷ് കഴിച്ച എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും വൈകുന്നേരം ഭക്ഷണം കൊണ്ട് തരിക. പിന്നെ മക്കൾ സുതാര്യ ഉണ്ണിമോളെന്ന് വിളിക്കും. ഉണ്ണിമോളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിർബന്ധിക്കുകയാണ്. മാമ എന്താ കഴിക്കാത്തത്, കഴിക്കാൻ കുറച്ച് പോയി കഴിഞ്ഞാൽ മാമയെ നിർബന്ധപൂർവ്വം കഴിപ്പിക്കുക. പിന്നെ സുന്ദരേശൻ മാഷിനെ ഞാൻ സുന്ദരണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരം ഭാഷയിലാണ് ഇത്ര കാലം ഒറ്റപ്പാലത്ത് വളരെ വർഷങ്ങളായി ഒറ്റപ്പാലത്തുണ്ടായിട്ടും മറ്റേ തിരുവനന്തപുരം ഭാഷ ഒരു അറിഞ്ഞിട്ടില്ല, വിട്ടിട്ടിരിക്കുന്നത്. ആ മദർ ടങ് ഇപ്പോഴും അവർക്ക് ഫേമസ് വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഒരുപാട് ഓർമ്മകൾ അദ്ദേഹത്തിനെ പറ്റിയിട്ടുണ്ട്. അവിടെ ഒരു നമ്മുടെ ക്വാർട്ടേഴ്സിലെ ആൾക്കാരുടെ ഒരു ജീവനക്കാരുടെയും കുട്ടികളുടെയും ഒക്കെ ഒരു പ്രോഗ്രാം ഉണ്ടായപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ ചുക്കാൻ പിടിച്ചത്. നല്ല രീതിയിൽ എനിക്കൊരു ഓരോ അനുഭവമുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് കുറേ അവിടെ പരിപാടികൾ നടന്നിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട്. ഞാൻ കുറച്ച് കാലങ്ങൾ ഉണ്ടായിരുന്നു, ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ അവസരം കിട്ടുന്നുണ്ടായിട്ടില്ല. ഞാൻ ഡിവിഷണൽ ഓഫീസിലെ ഹെഡ് ഓഫീസിലൊക്കെ ഇറക്കിയപ്പോൾ അദ്ദേഹം സബ് ഓഫീസിലേക്കായിരിക്കും. ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ പോലെ വളരെ എല്ലാവരും ഓഫീസിൽ എല്ലാവരും പോയി കഴിഞ്ഞാൽ അദ്ദേഹം വളരെ ഇരട്ടി എല്ലാ കണക്കുകളൊക്കെ ശരിയാക്കി ആണ് വീട്ടിലെത്തുന്നത്. അങ്ങനെയൊരു പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റെ. നല്ലത്. അപ്പം ഇത്ര ശിഷ്ടകാല ജീവിതം ഏറ്റവും ആരോഗ്യകരമായ ദീർഘകാലത്തെ ഒരു റിട്ടയർമെൻറ്റ് ജീവിതം ആസ്വദിക്കുന്നതിന് കഴിയട്ടെ. ആരോഗ്യപരമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകൾ നേരുന്നു. എപ്പോഴെങ്കിലും അദ്ദേഹത്തിനെ നേരിട്ട് കാണണം. ഇടയ്ക്ക് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അവിടെ ചെന്നാൽ ഇതുപോലെ ഭയങ്കര സ്നേഹമാണ്. അവിടെ എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും ബന്ധുമിത്രാദികൾക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര കെയറിങ്ങാണ്. അപ്പോൾ ഒറ്റപ്പാലത്തൊരു പറച്ചിലുണ്ട്, ചക്കരയൊക്കെ വളരെ കുറച്ച് മോശക്കാരാണെന്നുള്ള ചിന്താഗതി. പക്ഷെ അതൊക്കെ മാറ്റി മറിച്ചിരിക്കുകയാണ് ഈ ഒരു കുടുംബം, സുന്ദരേശൻ മാഷും അദ്ദേഹത്തിൻ്റെ കുടുംബവും. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തരായിട്ട് തോന്നുന്നുണ്ട്. എനിക്കൊരു തമിഴ്നാടിൻ്റെ സ്വാധീനം കൂടെ വന്നുകൊണ്ടായിരിക്കും. തമിഴ്നാട്ടിലാണ് ഇപ്പോൾ അവരുടെ ആ കുടുംബം സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ അവരുടെ തന്നെയായിരിക്കാം. എന്തായാലും വളരെ നല്ല അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സമയത്തും പിന്നെ അദ്ദേഹവുമായിട്ട് ഇടപെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും ഒരു നല്ലൊരു റിട്ടയർമെൻറ്റ് ലൈഫ് അവർക്ക് കൂടി ഞാൻ ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഹായ്, ഞാൻ ഗംഗ. എൻ്റെ ഹസ്ബൻഡ് ദീക്ഷൻ.
ഞാൻ കടമ്പൂര് പോസ്റ്റ് ഓഫീസിൽ, ഒറ്റപ്പാലം ഡിവിഷൻ കടമ്പൂര് പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. സുന്ദരേശ മാഷെന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിലെ മുതലേ കാണാൻ തുടങ്ങിയിട്ടുള്ള ഒരു മാഷാണ്. അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മാഷാണ്. എനിക്കും മാഷിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഉള്ള ഭാഗ്യമുണ്ട്. അത് മാത്രമല്ല, ഞങ്ങളെല്ലാവരും ക്വാർട്ടേഴ്സിൽ നല്ല ഒരു ഇതായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഫാമിലി ആയിട്ട് സന്തോഷം കുറെ കാലം ജീവിച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് കാരണം തന്നെ മാഷിനെ ശരിക്കും മറക്കാൻ പറ്റില്ല. മാഷിന്റെ കുട്ടികളും അങ്ങനെ തന്നെ, ചേച്ചി അങ്ങനെ തന്നെ, എല്ലാവരും ആയിട്ട് നല്ലൊരു അടുപ്പമായിരുന്നു. ഇപ്പോഴും അത് ആ അടുപ്പം സൂക്ഷിക്കുന്നുണ്ട്, കാത്തു സൂക്ഷിക്കുന്നുണ്ട്. മാഷ് ഈ മാസം റിട്ടയർഡ് ആവുകയാണെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര വിഷമം തോന്നുന്നതാണ്. ശരിക്കും പറഞ്ഞു മാഷ് ജോലിയോട് ഭയങ്കര ആത്മാർത്ഥമുള്ള ഒരു മനുഷ്യനായിരുന്നു. കേട്ടിട്ടുണ്ട് പനമണ്ണ പോസ്റ്റ് ഓഫീസിലാവുന്ന സമയത്ത് മാഷ് വർക്ക് ചെയ്തിട്ട് എന്താ പറയാ, സമയം കഴിഞ്ഞപ്പോ ബസ്സിലൊക്കെ പോയിട്ട് പിന്നെ ലോറിയിൽ കയറി വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് അറിയില്ല അങ്ങനെ. അതെ, ജോലിയിൽ ഭയങ്കര ആത്മാർത്ഥമുള്ള ഒരു മനുഷ്യനാണ്. അത് മാത്രമല്ല, ഏത് പോസ്റ്റ് ഓഫീസിലായാലും മാഷ് നന്നായി വർക്ക് ചെയ്ത് ഒരു 8 മണിയൊക്കെ ആയിട്ടോ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ. ഇനി മാഷക്ക് റിട്ടയർഡ് ചെയ്തിട്ട് വീട്ടിലിരിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്നാലും ഇത്ര കാലം വർക്ക് ചെയ്തില്ലേ, അപ്പൊ ഇനി കുറച്ച് റെസ്റ്റ്. അപ്പൊ എന്താണ്, ഇതേപോലെ നല്ല ആരോഗ്യ സൗഖ്യത്തോടു കൂടി ഉണ്ടാവട്ടെ, ഒരു സന്തോഷകരമായ ഒരു റിട്ടയർമെന്റ് ലൈഫ് ഉണ്ടാകട്ടെ. മാഷ കുടുംബത്തിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഹായ് സുന്ദരേഷ്, ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന പ്രിയ സുഹൃത്തെ, ശിഷ്ടജീവിതം വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി റിട്ടയർഡ് ലൈഫ് ഡിയർ സുന്ദരേഷ്. ഹായ്. ഞാൻ ഒറ്റപ്പാലത്ത് നിന്ന് വിജയനാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് സുന്ദരേശൻ ഈ മാസം 31-ാം തീയതി തപാൽ മേഖലയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നു എന്നറിഞ്ഞു. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും ആദ്യമേ അറിയിക്കുകയാണ്. 1983 മുതലുള്ള സൗഹൃദം അദ്ദേഹവുമായി എനിക്കുണ്ട്. വ്യക്തിപരമായും അതുപോലെ തന്നെ കുടുംബപരമായും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ. 1983 മുതൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും സർവീസ് രംഗത്തും ഒക്കെ ഉണ്ടായ എല്ലാ പ്രവർത്തനങ്ങളിലും തിരുവനന്തപുരത്ത് അദ്ദേഹം പോകുന്നത് വരെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടുകളും സംഘടനയോടുള്ള കൂറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുമൊക്കെ ഭാവി ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തിൽ അദ്ദേഹത്തിന് ശക്തി പകരും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട്. ആ അർത്ഥത്തിൽ ഇനിയുള്ള കാലം വളരെ വിശ്രമരഹിതമായി അദ്ദേഹം ഈ പൊതുരംഗത്ത്, സാമൂഹ്യ രംഗത്ത് സാധാരണക്കാരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് ആരോഗ്യവും ഊർജ്ജവും ഉണ്ടാവട്ടെ. അതിന് NFE എന്ന മഹാപ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിൻ്റെ സംഘടനാശേഷിയും പ്രവർത്തന പരിചയവുമൊക്കെ അദ്ദേഹത്തിന് മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി സുന്ദരേശനും കുടുംബത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേരുന്നു. ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന പ്രിയപ്പെട്ട സുന്ദരേശൻ സാറിന് ഹാപ്പി റിട്ടയർമെന്റ്. This is the first time to coming on camera, and the reason behind that, our Sundaresan sir, D.S. Sundaresan sir's retirement. This 31st May he is going to be retired, and so that I personally feel that it is very it's a precious moment, and I think so it's a memorable moment in my life and our Chengal Post Office staff life. So for him, I personally feel from our all agents, from our Chengal Post Office, our local area and all persons, I wish to God his post-retirement life to be very happy, vicious and helpful. He did a lot and too many things for our post office and our staff, especially for department as well. And I feel personally he is like my father. All the way he have
taken care of me. It is a really, I cannot keep it in my word. So I personally feel and wish to God, please use him very helpfully and happy retirement life. Thank you. മാഷെ നമസ്കാരം. 31/5/2024 സേവനത്തിന് വിരമിക്കുകയാണെന്ന് അറിഞ്ഞു. ശിഷ്ടജീവിതത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ക്വാർട്ടേഴ്സിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന കാലമെല്ലാം ഈ അവസരത്തിൽ സ്മരിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ശിഷ്ടജീവിതത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. മാഷ റിട്ടയർമെന്റിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഈ മാസം 30-ന് റിട്ടയർ ചെയ്യുന്ന സുന്ദരേശന് എല്ലാവിധ ആശംസകളും നേരുന്നു. സുന്ദരേശനെ ഞാൻ പരിചയപ്പെടുന്നത് 1989-ലാണ്. ഒറ്റപ്പാലത്ത് ദീർഘകാലം സേവനമനുഷ്ഠിച്ച ശേഷം തിരുവനന്തപുരത്തേക്ക് സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. പിന്നെ അവിടെയും വളരെ നന്നായിട്ട് ജോലി ചെയ്ത് റിട്ടയർ ചെയ്യുന്ന സുന്ദരേശന് എല്ലാവിധ ആശംസകളും. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ വളരെ നന്നായിട്ട് പ്രവർത്തിച്ച സുന്ദരേശന്, അതുപോലെ തന്നെ സുന്ദരേശൻ്റെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇപ്പോൾ ഓർക്കാനുള്ളത്. സാഹിത്യമായാലും സിനിമയായാലും പാട്ടായാലും അതുപോലെ ക്രിക്കറ്റായാലും ഒക്കെ സുന്ദരേശൻ അതിലുള്ള ഒരു വല്ലാത്തൊരു താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. അടുത്ത കാലത്തായി സുന്ദരേശൻ എഴുതിയ കവിതകളൊക്കെ വായിക്കാറുണ്ട്. സുന്ദരേശൻ്റെ നല്ല കവിതകളും ഇനിയുള്ള റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സുന്ദരേശനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഹലോ, ഹായ് സുന്ദരേശൻ. താങ്കൾ ഈ മാസം 31-ാം തീയതി റിട്ടയർ ചെയ്യാമെന്ന് ഞാൻ ഇവിടെ റെക്കോർഡ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ അഡ്വാൻസായിട്ട് റിട്ടയർമെൻറ്റ് ആശംസകൾ അറിയിക്കുകയാണ്. എന്തായാലും താങ്കളുടെ റിട്ടയർമെൻറ്റ് ജീവിതം താങ്കളുടെ കുടുംബത്തോടൊപ്പം വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സുഖകരമായിട്ടും എന്താ പറയണ്ടേ എല്ലാ അനുഭവങ്ങളോടും കൂടി ദുഃഖങ്ങളൊഴികെ എല്ലാ സന്തോഷത്തോടു കൂടിയും ഭാവി ജീവിതം നന്നായി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെന്താ നമ്മളെ കഴിഞ്ഞ അതൊക്കെ അങ്ങനെ നമുക്ക് അയവിറക്കാം. ക്വാർട്ടേഴ്സ് ജീവിതം ഓഫീസ് ജീവിതത്തിനേക്കാളിലും കൂടുതൽ ക്വാർട്ടേഴ്സിലെ ജീവിതം ആണ് നമുക്കൊക്കെ മനസ്സിലേക്ക് എഫക്റ്റ് ചെയ്യുക. നമ്മളൊക്കെ ഞങ്ങളവിടെ ഒരു 10-15 വർഷത്തോളം ഉണ്ടായിട്ടുണ്ടെങ്കിലും കൂടുതലും താങ്കളും ഒക്കെ നമ്മുടെ ഫാമിലി പോലെ അവിടെ ഒന്നിച്ച് കഴിഞ്ഞായിരുന്നു. അതൊക്കെ നമ്മൾക്കിങ്ങനെ ആലോചിക്കാം. നമ്മളൊരു എന്താ കുറേ കാലമായിട്ട് അംബികയൊക്കെ പറഞ്ഞതാണ് നമുക്കൊരു ഗെറ്റ് ടുഗദർ വേണം എന്നൊക്കെ. അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആവിയായി പോയി. ഇനിയിപ്പോൾ അതിനുള്ള സന്ദർഭം കിട്ടുമോ തോന്നുന്നില്ല. ഒന്നാമത് ഓരോ കുടുംബങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഓരോ വഴിക്കായി, ചിലവർക്ക് തീരെ വയ്യാത്ത അവസ്ഥയായി. ചിലവരൊക്കെ സ്ഥലം നാടേ വിട്ടുപോയി. നാടേ പറഞ്ഞാൽ ലോകം തന്നെ. നമ്മുടെ സേതുവൊക്കെ പാവം ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിരുന്ന ഒരാളാണെന്ന് മരിച്ചു എന്ന് നമുക്ക് മനസ്സിലേക്ക് ഉൾക്കൊള്ളാനേ കഴിയില്ല പറഞ്ഞ മാതിരിയാണ്. രാധേട്ടൻ, അങ്ങനെ ഓരോരുത്തർ നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, അതൊക്കെ ഇങ്ങനെ ആലോചിക്കും. ആ ക്വാർട്ടേഴ്സ് ജീവിതം മരിക്കണതല്ല, അന്നത്തെ ആൾക്കാർ മുഴുവൻ ഇനിയിപ്പോൾ കിട്ടാൻ വഴിയില്ല എന്നുള്ള ആ ഒരു സങ്കടം. എന്തായാലും കൂട്ടത്തിൽ എന്തായാലും നമ്മളുടെ താങ്കൾ അവിടെ പോയി നാട്ടിലൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ അടുത്ത് കൂടെയൊക്കെ വരാൻ ശ്രമിക്കുക. ഞങ്ങൾ തിരുവനന്തപുരത്തൊക്കെ വരുമ്പോൾ അവിടേക്ക് എത്താൻ നോക്കാം. അങ്ങനെയൊക്കെ കാണാൻ പറ്റട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഞങ്ങളെ കുടുംബത്തിൻ്റെ വേണയും ചെയ്തതിനൊക്കെ അവിടെ വർക്ക് ചെയ്യാണ്. റൂമിൽ അടച്ചിട്ടിട്ട് വർക്ക് ചെയ്യുക. അതുകൊണ്ട് അവരെ ഇത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഞങ്ങളുള്ള സമയം വേഗം ആശംസിക്കുകയാണ്. ഉള്ള സമയം പോകണ്ടെന്ന് ചോദിക്കും. ഓക്കെ, എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക്സ്. ഓക്കെ. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ശ്രീ സുന്ദരേശൻ മാസ്റ്റർക്കും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ മാഷ്ക്കും കുടുംബത്തിനും എല്ലാവിധ ആരോഗ്യങ്ങളും അതുപോലെ തന്നെ സന്തോഷവും ഉണ്ടാകട്ടെ എന്ന ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. Hi Sundaresan, happy retired life.
ഏതായാലും ഒരു നീണ്ട കാലത്തിന് ശേഷം സർവീസിൽ നിന്നും സുന്ദരേശൻ റിട്ടയർ ചെയ്യുകയാണ്. ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ ഈ സമയത്ത് മനസ്സിൽ വരുന്നുണ്ട്. നമ്മുടെ RTP ജീവിതകാലം, അതുപോലെ തന്നെ നമ്മുടെ അവിടെ ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിലെ നമ്മുടെ MSY കാലം, അതുപോലെ തന്നെ നമ്മുടെ ക്വാർട്ടേഴ്സിലെ താമസം, മറ്റ് പല സ്ഥലങ്ങളിൽ നമ്മൾ ഒന്നിച്ചുള്ള താമസം ഒക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് വൺ ബൈ വൺ ആയിട്ട്. ഏതായാലും വളരെ ഓർമ്മിക്കപ്പെടാനുള്ള ഒരു കാലഘട്ടമായിരുന്നു അത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഒത്തൊരുമയോട് കൂടിയിട്ട് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും, ഓഫീസിലും അതുപോലെ തന്നെ നമ്മുടെ താമസ സ്ഥലങ്ങളിലും ഒക്കെ തന്നെ നമുക്ക് ഒത്തൊരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഇപ്പം എത്ര സർവീസ് സുന്ദരേശൻ്റെ സർവീസ് ഇപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് അസസ് ചെയ്യാൻ പറ്റുന്നില്ല. ഏതായാലും RTP ജീവിതം അടക്കം 40-ൽ കൂടുതൽ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ഏതായാലും വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ എത്തിച്ചേർന്നു. വളരെ പ്രയാസപ്പെട്ടാണ് നമ്മളൊക്കെ ജീവിച്ചത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോൾ വലിയൊരു പ്രാരാബ്ധമില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് സമാധാനിക്കാനുള്ളത്. ഏതായാലും ഇതേപോലെ നമ്മുടെയൊക്കെ ശിഷ്ടകാലവും ഇതുപോലെയൊക്കെ കഴിഞ്ഞു പോകട്ടെ. സുന്ദരേശന് അതുപോലെ തന്നെ കുടുംബത്തിന് എല്ലാവർക്കും ഈ സമയത്ത് നല്ല ഭാവി ആശംസിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ സുന്ദരേശൻ, അംബികയോടൊക്കെ അന്വേഷണം പറയൂ. ഉണ്ണിമോള് സുതാര്യ അവരോടൊക്കെ അന്വേഷണം പറയുക. കുട്ടികൾ എല്ലാവരോടും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഏതായാലും നമുക്ക് നേരിട്ട് കാണാം കേട്ടോ. ഓക്കെ, ഹാപ്പി റിട്ടയർഡ് ലൈഫ്. ഹലോ, ഗുഡ് മോർണിംഗ്. സുതാര്യ ഒരു വിഷയം പറഞ്ഞിരുന്നു. അത് എൻ്റെ 30-35 വർഷത്തിന് മുൻപ് പോവാണ്, പുറയിൽ പോവുക. സുന്ദരേശ മാഷ് ഈ മാസം റിട്ടയർഡ് ആകുകയാണ്. എനിക്ക് ഇനിയ സുഹൃത്ത് മാത്രമല്ല, എൻ്റെ സ്റ്റേഷനെ പോലെയാണ്. അദ്ദേഹം മാത്രമല്ല, അമ്പി ചേച്ചി. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്ത കാലം ഒരു പൊற்കാലമാണ്. അത് ഇനി വരുമോ, ലൈഫിൽ ഇനി കിട്ടുമെങ്കിൽ എനിക്ക് സംശയമാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, അദ്ദേഹം, പിന്നെ മോഹൻ, ഞാൻ, പിന്നെ വേലായുധ മാഷ് ഒരു ടീമായിരുന്നു. അദ്ദേഹം മറ്റേ ക്ലർക്ക്, മറ്റേ ലെഡ്ജർ പോസ്റ്റിങ്ങിന്റെ സ്പീഡ് നോക്കുമ്പോഴേ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിനെ കണ്ടിട്ടാണ് ഞാൻ ഒരു ജോലി എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് ആത്മാർത്ഥത കാണിക്കണം. ആത്മാർത്ഥം എന്ന് വെച്ചാൽ അത് സുന്ദരേശ മാഷാണ്. ഞാൻ തമാശ ഇതിനു വേണ്ടിയിട്ടല്ല പറയുന്നത്. അദ്ദേഹത്തിനെയും നമ്മുടെ വേലായുധ മാഷും കണ്ടിട്ടാണ് ഞാൻ ഇന്ന് വരെ ജോലി, അത് ഇന്നും ഞാൻ കടപിടിക്കുന്നുണ്ട്. മൂന്നാറിൽ വന്നാലും എന്നും അദ്ദേഹത്തിന്റെ ആ സ്പീഡാ പൂർക്ക്. പിന്നെ അദ്ദേഹം ഈ ജോലിയോടുള്ള ബന്ധം ഞാൻ കണ്ടതില്, അന്ന് എല്ലാവരും മാനുവലാണ് ലെഡ്ജർ പോസ്റ്റിങ്. മാർച്ച് 31-ാം തീയതി ഇദ്ദേഹം ഒരു ബൈൻഡർ പൊക്കിക്കൊണ്ട് ഒരു ചാക്കില് പൊതിഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് പോകും. ഇവിടെ വീട്ടിലേക്ക് ചെല്ലുന്നത് തന്നെ 8 മണിക്ക്, നൈറ്റ് 8 മണിക്കാണ് പോകും. അവിടെ പോയിട്ട് വിടിയെ ഇരുന്ന് മറ്റേ ഇൻട്രസ്റ്റ് പോസ്റ്റിംഗ് എല്ലാം നടത്തി പിറ്റേ ദിവസം അദ്ദേഹം വരുമ്പോൾ അതൊക്കെ നമ്മൾ എവിടെയും ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. ഒരു ശമ്പളത്തിന് വേണ്ടിയിട്ടല്ലാതെ അദ്ദേഹം കാണിച്ച ആത്മാർത്ഥത ചില്ലറ ഒന്നുമല്ല. ഞാൻ ഇങ്ങനത്തെ ഇവരോട് കൂടി ഞാനൊരു 5 വർഷം ജോലി ചെയ്തെന്ന് വെച്ചാൽ
കടകുടി എനിക്ക് തന്ന മികപ്പെരിയ ഗിഫ്റ്റും കൂടിയാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ അമ്പി ചേച്ചി, എൻ്റെ അമ്മയെന്ന് വെച്ചാൽ അമ്മയാണ്, ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചിയാണ്. അങ്ങനെ ഒരു പാസം ബന്ധം ഞങ്ങൾക്കുണ്ട്. സുതാര്യ ചെറിയ കൊച്ചാണ്. ഞങ്ങൾക്ക് ഒരു ടൂർ പോയി അന്ന്. ആ ടൂറിലേക്ക് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അവസരം കൂടിയാണ്. ബൃന്ദാവനം ഞങ്ങൾ ചെന്നു. ബൃന്ദാവനം ചെന്നിട്ട് തിരിച്ചു വരുമ്പോഴേ ഞങ്ങളെ റൂട്ട് മാറിപ്പോയി. റൂട്ട് മാറിയിട്ട് ബസ്സെല്ലാം കഴിഞ്ഞിട്ട് സുതാര്യ എൻ്റെ തോളിലാണ് ഇരിക്കുകയായിരുന്നു. അന്ന് 1.5 വയസ്സ് വെച്ച് എൻ്റെ തോളിലായിരുന്നു. ഞങ്ങൾക്ക് ഒരു പിടിയില്ലാണ്ട് വഴി അറിയാണ്ട് കിട്ടത്തിട്ട് ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ വളഞ്ഞു. ആ മെമ്മറിയൊക്കെ ഇന്ന് നിனைച്ചാലും ഒരു പക്കം ചിരിയാണെങ്കിലും അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. അത് മാത്രമല്ല അമ്പി ചേച്ചി നല്ല കുക്ക് ചെയ്യും. ചെറിയ സാധനം ഉച്ചയ്ക്ക് ഞങ്ങൾ അതിനു വേണ്ടി തന്നെ ഷെയർ ചെയ്യാനുള്ള സാപ്പാടൊക്കെ ഷെയർ ചെയ്യും. പിന്നെ അദ്ദേഹം ഈ മാസം റിട്ടയർഡ് ആയാലും എങ്ങനെയാ ചുമ്മാ ആയിരിക്കും എനിക്കൊന്നും അറിയത്തില്ല. കാരണം അദ്ദേഹമൊക്കെ ജോലി ചെയ്ത് അങ്ങനെ നിന്നുപോയ ജോലി ചെയ്തു പോയ ആളാണ്. ഇനിയും അദ്ദേഹത്തിന്റെ താഴെ ജോലി ചെയ്തവർക്കും ഒരു പെരിയ ഭാഗ്യമാണ്. ഈ വീഡിയോ അയക്കുന്നതും ഇതും സത്യത്തില് അദ്ദേഹത്തിന് അറിയത്തില്ല. തീർച്ചയായിട്ടും അത് സർപ്രൈസ് ആയിരിക്കും. എൻ്റെ ഒറ്റപ്പാലത്തിന്റെ നിലവുകളിൽ വന്നിട്ട് ഇന്ന് വരേക്കും നിൽക്കുന്ന ഈ സ്വപ്നം സുന്ദരേഷ മാഷാണ്. ഇടയ്ക്ക് ഞങ്ങള് ഒരുമിച്ച് ട്രെയിനിങ് ആയിരുന്നു മൈസൂരില്. MSCP3 ട്രെയിനിങ് ആയിരുന്നു. അന്ന് 15 ദിവസം ഞങ്ങൾ സ്വർഗമായിരുന്നു. എൻ്റെ ജീവിതത്തിലെ പിന്നെ ഒറ്റപ്പാലത്ത് ഇരിക്കുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ബന്ധം സ്വന്തം എന്ന് വെച്ചാൽ SRK ഭാസ്കർജി, മോഹനൻ, എൻ്റെ പ്രിയപ്പെട്ട ശശികുട്ട, അതുപോലെ സുന്ദരേഷ മാഷ്, റഹ്മാൻ മാഷ്, നൈറ്റ് ഇതിൻ്റെ ഇടയ്ക്ക് ക്യാരംസ് വെച്ചാൽ സുന്ദരേഷ മാഷ് കായിൻസ് എടുക്കുകയാണെങ്കിൽ 9 കായിൻസ് ഇട്ടിട്ടാണ് സ്ട്രൈക്കറെ മറ്റവർക്ക് തരിക. ആ ഹെഡിനെ പിടിച്ചിട്ട് വേണം നമ്മൾ തിരിച്ച് കഴിക്കണം വെച്ചാൽ മോളെ കയറാം. മാക്സിമം ഞങ്ങൾ 2 പേരായിരിക്കും പാർട്ട്ണർ. മോഹനും റഹ്മാൻ മാഷായിരിക്കും പാർട്ട്ണർ. റഹ്മാൻ മാഷ് റിട്ടയർഡ് ആയിപ്പോയി, മോഹൻ റിട്ടയർഡായി, മാഷും ഈ മാസം കൂടി റിട്ടയർഡ് ആകാണ്. സത്യത്തില് അത് എനിക്ക് വിചാരിക്കാൻ പോലും പറ്റുന്നില്ല. എന്നാലും എൻ്റെ മാഷ് ഇനിയും 100 വയസ്സ് ആരോഗ്യത്തോടെ ഇരിക്കണം. അമ്പി ചേച്ചി അതുപോലെ തന്നെ. സുതാര്യയൊക്കെ വലിയ കുട്ടിയായി, അവൾക്ക് കുട്ടിയായി. അത്ഭുതമാണ്. എനിക്ക് അവള് തന്നെ ഒരു ചെറിയ കുട്ടിയായിട്ടാണ് ഞാൻ കണ്ടത്. അവൾക്ക് 2 കുട്ടികളായി. ഇന്ന് സന്തോഷമാണ്. ആ കല്യാണത്തിന് നമ്മൾ അറ്റൻഡ് ചെയ്തത് എനിക്ക് സന്തോഷമാണ്. മാഷ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. എൻ്റെ മാഷ് എൻ്റെ ജീവിതത്തിന്റെ കരളാണ്. വേറെ എനിക്കൊന്നും പറയാൻ ഈ അവസരത്തില് ഒന്നുമില്ല. എന്നാലും പറയുന്ന വെച്ചാൽ ഒരുപാട് പറഞ്ഞു പോകും, ചിലപ്പോൾ കരഞ്ഞു പോകും. മെമ്മറിയൊക്കെ എനിക്ക് മറക്കാൻ പറ്റില്ല. മാഷിന് എന്നും നല്ലത് പറഞ്ഞതിന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷിന് എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിൽക്കുന്നു. സന്തോഷമുണ്ട്. മാഷിന്റെ നിങ്ങൾ എപ്പോഴും ഉണ്ട്. നിങ്ങൾ നല്ലത് പറയട്ടെ. താങ്ക് യു. സുതാര്യ ഈ സ്റ്റെപ്പ് എടുത്തതിന് വളരെ സന്തോഷമുണ്ട്. എൻ്റെ സഹായികൾ എല്ലാവരും ഇതേപോലെ വീഡിയോ ക്ലിപ്പ് അയച്ചിരിക്കും തോന്നുന്നു. തീർച്ചയായിട്ടും മാഷ്ക്ക് ഇതൊരു വ്യത്യാസമായ ഒരു ഇതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും പിന്നെ ഏട്ടൻ ഞാൻ വിട്ടുപോയി. ഏട്ടനെ അന്ന് അച്ഛൻ ഭയങ്കര കൺട്രോളാണ്, പഠിക്കണം പറഞ്ഞിട്ട്. എന്നാലും ഏട്ടൻ ഈ അവസരത്തില് എൻ്റെ സ്നേഹാന്വേഷണം പറയുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും കുടുംബത്തിൽ എല്ലാവർക്കും സ്നേഹാന്വേഷണം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സുന്ദരേശൻ മാഷിക്കും കുടുംബത്തിനും നമസ്കാരം. 41 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം ഈ 31-ാം തീയതി സർവീസിൽ നിന്ന് വിരമിക്കുന്ന സുന്ദരേശൻ മാഷിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. 2001 മുതൽ അദ്ദേഹത്തിൻ്റെ സ്നേഹവും കരുതലും ഞങ്ങൾ വേണ്ടോളം ആസ്വദിച്ചിട്ടുണ്ട്. എപ്പോഴും ഒരു പ്രചോദനമായിട്ടാണ് ഞങ്ങൾക്ക് സുന്ദരേശൻ മാഷ് ഏത് കാലത്തും ഉണ്ടായിട്ടുള്ളത്. സുന്ദരേശൻ മാഷക്കും കുടുംബത്തിനും നീണ്ട ആരോഗ്യപൂർണമായ ഒരു വിശ്രമ ജീവിതം ഉണ്ടാവട്ടെ എന്ന്
ആശംസിക്കുന്നു. മാഷേ നമസ്കാരം. അംബിക ചേച്ചിയോടും കുട്ടികളോടും പേരക്കുട്ടികളോടും ഒപ്പം സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു റിട്ടയർമെന്റ് ലൈഫ് ആശംസിക്കുന്നു. വിഷ് യു എ ഹാപ്പി, ഹെൽത്തി ആൻഡ് പീസ്ഫുൾ റിട്ടയർമെന്റ് ലൈഫ് മാഷേ. ഹായ് സുന്ദരേഷ് മാഷ്. ഹായ് മാഷേ. മാഷേ ഹാപ്പി റിട്ടയർഡ് ലൈഫ് ആശംസിക്കുന്നു. പിന്നെ നമ്മൾ കുറഞ്ഞ കാലങ്ങളിൽ അടുത്തുണ്ടായിരുന്നുള്ളെങ്കിലും നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മ നമുക്ക് എപ്പോഴുണ്ട്. പിന്നെ നിങ്ങളെയും കുടുംബത്തെയും പ്രത്യേകമായി ഓർക്കുന്നു. കൂടാതെ ഒരു ഇനിയുള്ള ജീവിതം, വിശ്രമ ജീവിതം വളരെ സന്തോഷകരവും സുഖകരമായിരിക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. പിന്നെ സുഖിനും ഉണ്ണിമോൾക്കും പ്രത്യേക അന്വേഷണം അറിയിക്കണം. സുന്ദരേഷ്, 82 മുതൽ തുടങ്ങിയ ഔദ്യോഗിക ജീവിതം ഈ വരുന്ന 31-ാം തീയതി അവസാനിപ്പിക്കുകയാണല്ലേ. നിനക്ക് സന്തോഷവും സമാധാനപൂർവമായ ഒരു വിശ്രമ ജീവിതം ഉണ്ടാകുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടെ എൻ്റെ എല്ലാ സ്നേഹാദരങ്ങളും അറിയിക്കും. Sundareshan, so you're going to retire, huh? It's not retirement. It's going to be a new chapter in your life. Part of happy writing, poetry, prose, etc. So be happy, healthy, peaceful. All the very best to you and your family. Come down to Ottapalam sometimes, yeah. We'll have a nice time. We'll meet up shortly. Bye-bye. Take care. ഈ മെയ് 31-ന് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് സുന്ദരേശൻ നായർക്ക് എല്ലാവിധ റിട്ടയർമെന്റ് ആശംസകളും നേരുന്നു. ഹലോ എവ്രി വൺ. ഇപ്പം നമ്മുടെ സുന്ദരേശൻ ഈ മാസം ലാസ്റ്റിൽ റിട്ടയർമെൻ്റ് ആണ്. ഞാൻ സുന്ദരേശനൊക്കെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് ഒരുമിച്ച് റിട്ടയർ ചെയ്യേണ്ടവരായിരുന്നു. ഞാൻ മുമ്പ് പോന്നു എന്ന് മാത്രം VRS എടുത്തിട്ട്. സുന്ദരേശൻ്റെ റിട്ടയർമെൻ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ജോയിൻ ചെയ്ത കാലം തൊട്ടുള്ള ഓർമ്മകളാണ്. സുന്ദരേശൻ വിദ്യാർത്ഥി മിത്രം ലോഡ്ജിൽ താമസവും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യലും ഞങ്ങൾ ഒരുമിച്ച് തൊട്ടടുത്തിരുന്ന് ദീർഘകാലം വർക്ക് ചെയ്ത് SB കൗണ്ടറിലാണ്. ഏകദേശം ഒരു 5 കൊല്ലത്തോളം SB കൗണ്ടറിലായിരുന്നു. സുജാതയും ഞാനും സുന്ദരേശനും ഒക്കെ ആയിട്ട് വളരെ രസകരമായ ദിവസങ്ങളായിരുന്നു. മോഹനും ഉണ്ടായിരുന്നു. സുന്ദരമായ നിമിഷങ്ങളായിരുന്നു അതൊക്കെ ജീവിതത്തിലെ. അങ്ങനെ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടായിരുന്നു ഞങ്ങളുടെ ഔദ്യോഗിക ജീവിതം തുടങ്ങി പോയിക്കൊണ്ടിരുന്നിരുന്നത്. പിന്നെ മക്കളായി കുട്ടികൾ എൻ്റെ 2 മക്കളും സുന്ദരേശൻ്റെ 2 മക്കളൊക്കെ ഒരുമിച്ചൊരു ഓട്ടോറിക്ഷയിലാണ് സെൻട്രൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നിരുന്നത്. കാലകം പോകെ എല്ലാവരും ഓരോരോ വഴിക്കായി. സുന്ദരേശൻ കുട്ടികളൊക്കെ വലുതായി ഒക്കെ ഒരു വഴിക്കായപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോയി അവിടെ സെറ്റിലായി. എന്നാലും ഇന്നും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദവും ബന്ധവും അച്ഛനും മക്കളും അമ്മയും അമ്പികയും എല്ലാവരുമായിട്ടുള്ള ഞങ്ങളുടെ സൗഹൃദം തുടർന്നുകൊണ്ടേ പോകുന്നു. ഈ റിട്ടയർ ചെയ്യുന്ന വേളയിൽ സുന്ദരേശന് എല്ലാവിധ ആശംസകളും. ഭാവി ജീവിതം, റിട്ടയർമെൻറ്റ് ജീവിതം കൊച്ചുമക്കളോടൊത്ത് സന്തോഷപ്രദമായിട്ട് ഇരിക്കാൻ ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും സുന്ദരേശന് നേരുന്നു. സുന്ദരേശനും കുടുംബത്തിനും അംബികയ്ക്കും മക്കൾക്കും ഒക്കെ നേരുന്നു. എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. മെയ് 31-ാം തീയതി റിട്ടയർഡ് ആവുന്ന സുന്ദരേശൻ സാറിന് എൻ്റെ എല്ലാ ആശംസകളും. 31-ാം തീയതി റിട്ടയർ ആവുന്ന സുന്ദരേശൻ സാറിന് എൻ്റെയും സെൻട്രൽ പോസ്റ്റ് ഓഫീസിലെ എല്ലാ സ്റ്റാഫുകളുടെയും നല്ലൊരു റിട്ടയർമെൻറ്റ് ആശംസകൾ നേരുന്നു. സെൻട്രൽ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ നമ്മോടൊപ്പം 3-3.5 വർഷക്കാലം നിന്ന് സഹോദരൻ തുല്യനായി പ്രവർത്തിച്ച സാറിൻ്റെ റിട്ടയർമെൻറ്റ് മെയ് 31 അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നമ്മുടെ എല്ലാ ഏജൻസിനും വേണ്ടി എന്നോടൊപ്പം നേർന്നുകൊണ്ട് നടത്തുന്നു. ഈ മാസം 31-ന് റിട്ടയർമെൻ്റ് ആവുന്ന സാറിന് എൻ്റെ എല്ലാവരും ആശംസകൾ നേരുന്നു. ഞാനൊരു സ്ഥിരം ജീവനക്കാരനല്ലെങ്കിൽ പോലും ഒരു ഡെയിലി ബേസായിട്ട് വന്നാൽ എന്നെ സ്ഥിരം ജീവനക്കാരനെ പോലെ കരുതി, സഹോദരനെ പോലെ കരുതി ഞാൻ ഇവിടുന്ന് മാറിപ്പോയിട്ടും എന്നെ എല്ലാ കാര്യങ്ങൾക്കും ക്ഷണിച്ചെടുത്തിയ സാറിന് എൻ്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവിധ റിട്ടയർമെൻറ്റ് ആശംസകളും. ഹലോ 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 സുന്ദരേശൻ സുന്ദരേശൻ മാഷ്ക്ക് എല്ലാവിധ ആശംസകൾ.
wish you a very happy and a peaceful retired life. മാഷിന്റെ കൂടെ എന്തായാലും ഈ ഫംഗ്ഷന് ഉണ്ടാവണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് പല കാരണം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റില്ല. എന്തായാലും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഇന്ന് റിട്ടയർ ചെയ്യുന്ന ശ്രീ സുന്ദരേശന് സന്തോഷപൂർണമായ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് ആശംസിച്ചുകൊണ്ട് ഞാനും സുന്ദരേശനുമായുള്ള ഔദ്യോഗിക ജീവിതത്തിലെ ചില നിമിഷങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാം എന്ന് വിചാരിക്കുന്നു. ഇതിൽ സന്തോഷകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ആഴ്ച സുന്ദരേശൻ്റെ പ്രിയപുത്രി സുതാര്യ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചിരുന്നു. അങ്കിൾ, അച്ഛൻ 31/5 റിട്ടയർ ചെയ്യുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ആ കാലഘട്ടങ്ങളിലെ സുഹൃത്തുക്കളുടെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് കിട്ടിയാൽ നന്നായിരുന്നു എന്നും അങ്കിൾ തീർച്ചയായും എനിക്ക് അയച്ചു തരുമല്ലോ എന്നും പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഞാൻ ഒരിക്കലും സുന്ദരേശൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിൽ ഒരാശംസ പറയാൻ കഴിയും എന്ന് വിചാരിച്ച ആളല്ല. കാരണം ഞാൻ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് റിട്ടയർ ചെയ്തു. സുന്ദരേശൻ തിരുവനന്തപുരത്തുമാണ്. സാധാരണയായി അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ചടങ്ങുകൾ നടക്കുക തിരുവനന്തപുരം ഡിവിഷനിലായതുകൊണ്ട് എനിക്ക് ഒരിക്കലും അതിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ സുതാര്യയുടെ ഈ വാട്സപ്പ് മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എനിക്കും സുന്ദരേശൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിൽ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിൽ പങ്കെടുക്കുവാൻ സാധിച്ചുവല്ലോ എന്നതുകൊണ്ട്. 1982 അവസാന ബാച്ചിലെ റിക്രൂട്ട്മെൻറ്റിലാണ് സുന്ദരേശൻ എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഞാനും സർവീസിൽ അതിന് 5-6 മാസം മുമ്പ് മാത്രമാണ് വന്നത്. എനിക്ക് എന്തോ ദൈവം സഹായിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു RTP സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിൽ ഉൾപ്പെടാതെ പെട്ട ഒരാളാണ് ഞാൻ. സുന്ദരേശൻ, സതീശൻ, സുഭാഷ്, അങ്ങനെ അനവധി എൻ്റെ ഫ്രണ്ട്സ് ആ കാലഘട്ടത്തിൽ ഈ RTP എന്ന വിഭാഗത്തിൽ ഉൾപ്പെടേണ്ടി വന്നവരാണ്. അന്ന് വളരെ ആ കാലഘട്ടങ്ങളിൽ അവരെല്ലാം പ്രയാസം അനുഭവിച്ചവരുമാണ്. അവർക്കെല്ലാം അവർ സർവീസിൽ കുറേ വർഷങ്ങൾ അവർ സർവീസിൽ തന്നെ നഷ്ടം വരികയും ഉണ്ടായി. അങ്ങനെയൊക്കെ ആണെങ്കിലും അതൊന്നും അവരവരുടെ ജോലിയിൽ കാണിക്കാതെ വളരെ സ്തുത്യർഹമായ സേവനമാണ് അവരെല്ലാം ചെയ്തിരുന്നത് എന്ന് ഞാൻ പ്രത്യേകിച്ച് സുന്ദരേശൻ്റെ കാര്യത്തിൽ ഞാൻ ഓർക്കുകയാണ്. ആയിരത്തി 1982 ഞങ്ങൾ ഏകദേശം 10-18 ആളുകളോളം ആ റിക്രൂട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും, മിക്കവാറും ആളുകളെല്ലാവരും ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു കാലഘട്ടമായിരുന്നു അത്. അഗ്രഗണ്യന്മാരായിരുന്ന പോസ്റ്റ് മാസ്റ്റർമാരുടെയും അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർമാരുടെയും കീഴിലാണ് ഞങ്ങളെല്ലാം ജോലി ചെയ്തിരുന്നത്. അത് വളരെ സന്തോഷം തരുന്ന ഒരു കാഴ്ച ആണ്. അക്കാലത്തുണ്ടായ ഒരു രസകരമായ സംഭവം സുന്ദരേശൻ എന്നോട് പരിഭവം വിചാരിക്കില്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അന്ന് ഇതുപോലെ അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ ആയിരുന്ന MP കൃഷ്ണ പൊതുവാളുടെ കീഴിൽ സുന്ദരേശൻ ജോലി ചെയ്യുമ്പോൾ, സുന്ദരേശൻ അന്ന് 18 വയസ്സ് 19 വയസ്സായിട്ടുള്ളൂ. ജോലിയിൽ ചേർന്ന സമയമാണല്ലോ. അവിടെ ഒരു പാമ്പുകൾ നടക്കുന്നതായിരുന്നു പോസ്റ്റ് ഓഫീസിന്റെ പുറത്ത്. കുറച്ച് കഴിയുമ്പോൾ സുന്ദരേശനെ കാണാനില്ല. കൃഷ്ണൻ മാസ്റ്റർ അന്വേഷിച്ചു ചെന്ന് എത്തിയത് സുന്ദരേശൻ പാമ്പ് കളിക്കുന്നോടത്ത് പിടിച്ചുകൊണ്ടുവരാനാണ്. ഇന്നും ഒരുപക്ഷെ സുന്ദരേശൻ അദ്ദേഹത്തിൻ്റെ
വിശ്രമവേളയിലെല്ലാം ഈ സംഭവം ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഞാനിത് ഒരു രസകരമായ സംഭവം ആ കാലത്ത് ചെറുപ്പത്തിന്റെ ഒരു ചാബല്യം മാത്രം സൂചിപ്പിച്ചു എന്ന് മാത്രം. അന്നത്തെ രസകരമായ സംഭവങ്ങളിൽ പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം. കാലങ്ങൾ കടന്നുപോയി. ഞാൻ ഈ പറഞ്ഞ പോലെ RTP ലിസ്റ്റിന് മുൻ വന്ന ആളായതുകൊണ്ട് എനിക്ക് ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. പക്ഷെ സുന്ദരേശനും ബാക്കി എല്ലാവരും HOയിൽ തന്നെ തുടർന്നു പോന്നു. ആ സമയങ്ങളെല്ലാം തന്നെ ഞാൻ ട്രാൻസ്ഫർ ആയെങ്കിലും മിക്കവാറും ദിവസങ്ങൾ ഞങ്ങൾ HOയിൽ വരികയും ഞങ്ങളുടെ കൂട്ടുകാരുമായി സൗഹൃദം പങ്കിടുകയും എല്ലാം ചെയ്തിരുന്നു. അതിനെല്ലാം പുറമെ അന്ന് സുഭാഷ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഇല്ല. സുഭാഷും സതീശനും സുന്ദരേശനും എല്ലാവരും കൂടി എൻ്റെ അമ്മായിയുടെ വീട്ടിൽ കുറച്ചു കാലം താമസിക്കാനിടയുണ്ടായി. ആ സമയത്ത് നിത്യവും ഞാൻ അവിടെ ഒരു വൈകുന്നേരം അവരുടെ ഗൃഹത്തിൽ ഒരു സന്ദർശകനായിരുന്നു. അത് കഴിഞ്ഞ് പലപ്പോഴും ക്വാർട്ടേഴ്സിലും. പിന്നീട് സുന്ദരേശന്റെ വിവാഹമെല്ലാം കഴിഞ്ഞു. ക്വാർട്ടേഴ്സിലായിരുന്നു, മക്കളായി, അവര് പഠിപ്പായി. ആ കാര്യങ്ങളായപ്പോഴൊക്കെ അധികം പലപ്പോഴും ഞങ്ങളെല്ലാം ക്വാർട്ടേഴ്സിൽ വരികയും സുന്ദരേശൻ ഇവിടെ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താണ് പറയുന്നത് വെച്ചാൽ അന്നത്തെ ആ സൗഹൃദത്തിൽ ഇന്ന് വളരെയധികം വ്യത്യാസങ്ങൾ വന്നു കാണാനുണ്ട്. ഒരുപക്ഷെ നമ്മളുടെ ജോലി തിരക്കുകൊണ്ടായിരിക്കാം പലപ്പോഴും നമ്മളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നവർ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഇന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇതിൽ സുന്ദരേശനുമായിട്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പിന്നീട് എനിക്ക് സുന്ദരേശനുമായി ഒപ്പം ജോലി ചെയ്യാൻ അവസരമുണ്ടായത് സുന്ദരേശൻ ഡിവിഷൻ ഓഫീസിൽ വന്നപ്പോഴാണ്. അന്ന് ഞാൻ IPO കംപ്ലയിൻസും സുന്ദരേശൻ അവിടെ OAയുമായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ മാത്രം ഡിവിഷണൽ ഓഫീസിൽ നിന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാറ്റി. അവിടെ ഒരു പഴയ ടെലഗ്രാഫ് ബ്രാഞ്ചിലായിരുന്നു എൻ്റെയും സുന്ദരേശൻ്റെയും ഓഫീസ്. വളരെ സന്തോഷകരമായിട്ട് ഞാൻ സുന്ദരേശൻ്റെ കൂടെ ജോലി ചെയ്തൊരു കാലഘട്ടമായിരുന്നു അത്. കാരണം സുന്ദരേശൻ സമയം നോക്കി ജോലി ചെയ്യുന്ന ആളായിരുന്നില്ല. അവനവൻ്റെ പണി ജോലി കഴിഞ്ഞു പോവുക, അത് ഏറ്റവും ഭംഗിയായി ചെയ്യുക. ഒരുപക്ഷെ ഞാൻ സുന്ദരേശനോട് ആ കാര്യത്തിൽ ഇന്നും കടപ്പെട്ടവനാണ്. കാരണം എനിക്ക് യാതൊരു ടെൻഷനും കൂടാതെ എല്ലാ ജോലികളും വളരെ ഭംഗിയായി സുന്ദരേശൻ കൊണ്ട്. അവിടെ സമയം പ്രശ്നമല്ല, 5:30 എന്നുള്ളൊരു പ്രശ്നമേ ഇല്ല. 5:30 കഴിഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ ഒരു ചായ കഴിക്കും. അത് കഴിഞ്ഞ് രാത്രി പല ദിവസങ്ങളും 8:30, 9 മണി വരെ സുന്ദരേശൻ ഇരുന്ന് ജോലി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാനിപ്പോൾ ഇവിടെ ഓർക്കുന്നത് ഞാൻ സുന്ദരേശനോട് ആ കാര്യങ്ങളിൽ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം അന്നെല്ലാം ഞങ്ങൾ തമാശയ്ക്ക് പറയുമ്പോൾ സുന്ദരേശനോട് ട്രാൻസ്ഫർ റിക്വസ്റ്റ് ട്രിവാൻഡ്രത്തേക്ക് കൊടുക്കണമെന്ന് തോന്നി തുടങ്ങി. ഒരുപക്ഷെ കാലഘട്ടത്തിന്റെ ആവശ്യം അതായിരിക്കാം. അദ്ദേഹത്തിന്റെ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയാൽ കൊള്ളാമെന്നായി. സുതാര്യയുടെയും സുവിൻ്റെയും പഠനം ഏകദേശം KVയിൽ അന്ന് പൂർത്തിയാവുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ആദ്യം സുന്ദരേശൻ ഒരു മ്യൂച്വൽ ട്രാൻസ്ഫറിന് ട്രൈ ചെയ്തു. അത് ശരിയായില്ല. പിന്നീട് ട്രിവാൻഡ്രത്തേക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഞാനൊരു ദിവസം ചോദിച്ചു സുന്ദരേശനോട്, എന്താ സുന്ദരേശൻ പോണേ എന്ന് ചോദിച്ചാൽ സുന്ദരേശൻ ആദ്യം പറയാ, ഞാൻ വന്നിട്ട് 16 ചെനക്കത്തൂർ പൂരം കഴിഞ്ഞു എന്നാണ്. ഏതായാലും സുന്ദരേശൻ തിരുവനന്തപുരത്ത് പോയതിന് ശേഷവും ഞങ്ങളുടെ ബന്ധം ഊഷ്മളമായി തന്നെ തുടർന്നിരുന്നു. പലപ്പോഴും അധികവും സുന്ദരേശൻ എന്നെയാണ് വിളിക്കാറുള്ളത്. പലപ്പോഴും സുന്ദരേശൻ ഞാനുമായി വിളിക്കും. ഞങ്ങളുടെ കുടുംബകാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം പങ്കുവെക്കാറുമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സുന്ദരേശൻ്റെ ഈ റിട്ടയർമെന്റ് ലൈഫിലും എനിക്ക് വിചാരിക്കാതെ ഒരവസരം ദൈവം തന്നതായിരിക്കുമെന്ന്, ഞാനൊരു നിമിത്തമായിരിക്കുമെന്ന് കരുതുന്നു. എനിക്ക് സുതാര്യയോട് അതിന് അത്രയ്ക്ക് മാത്രം നന്ദിയുണ്ട്. അതല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ കാര്യങ്ങളൊന്നും എനിക്ക് സുന്ദരേശനെ പറ്റി പറയുവാൻ സാധിക്കുമായിരുന്നില്ല. ഏതായാലും ഞങ്ങളുടെ എല്ലാ ഔദ്യോഗിക ചെറിയ ചില പരുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി
പറ്റിയിട്ടുണ്ടെങ്കിൽ കൂടി അതൊന്നും പ്രശ്നമല്ല. ഈ മഹത്തായ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ റിട്ടയർ സാധിച്ചു എന്നതിൽ സുന്ദരേശനെ അഭിമാനിക്കാം. സുന്ദരേശനും അംബികയ്ക്കും സുവിനും സുതാര്യയ്ക്കും അവരുടെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ദൈവം നൽകട്ടെ. സുന്ദരേശന് സന്തോഷപൂർണമായ ഒരു റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു.